ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും നിർണായക വർഷം ഏതെന്ന് ചോദിച്ചാൽ അതിന് 1942 എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ബ്രിട്ടീഷുകാരെ പുറത്താക്കാൻ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിജി ആഹ്വാനം ചെയ്ത വർഷം. പക്ഷേ ഈ വിപ്ലവത്തിന് തൊട്ട് മുമ്പ് ബ്രിട്ടൻ ഇന്ത്യക്കാരുടെ മുന്നിൽ ചില വാഗ്ദാനങ്ങൾ വെച്ചിരുന്നു. ആ വാഗ്ദാനങ്ങളെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്നാണ്. രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം ബ്രിട്ടന് ഇന്ത്യയുടെ സഹായം ആവശ്യമുണ്ടായിരുന്നു. ആ സഹായം തേടിയാണ് 1942 സർ സ്റ്റാഫോർഡ് ക്രിപ്സന്റെ നേതൃത്വത്തിൽ ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തുന്നത്. ബ്രിട്ടീഷുകാർ നമ്മുടെ മുന്നിൽ ചില വാഗ്ദാനങ്ങൾ വെച്ചു. അതായത് യുദ്ധം അവസാനിച്ചാൽ ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി നൽകാമെന്ന്. അതായത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കീഴിൽ തന്നെ ഇന്ത്യക്ക് സ്വയംഭരണാവകാശം നൽകാമെന്ന്. പക്ഷേ കോൺഗ്രസിന് വേണ്ടിയിരുന്നത് പൂർണ്ണ സ്വരാജായിരുന്നു. ബ്രിട്ടീഷുകാരുടെ വാഗ്ദാനങ്ങളിൽ ഉൾപ്പെട്ടിരുന്നത് ഇന്ത്യക്കാർക്ക് സ്വന്തമായി ഒരു ഭരണഘടന നിർമ്മിക്കാൻ അനുവാദം നൽകും. പുതിയ ഭരണഘടന ഇഷ്ടപ്പെടാത്ത പ്രവിശ്യകൾക്ക് അതിൽ ചേരാതിരിക്കാനും വേണമെങ്കിൽ ബ്രിട്ടനുമായി നേരിട്ട് കരാറുണ്ടാക്കി മാറി നിൽക്കാനുമുള്ള അധികാരം. നാട്ടുരാജ്യങ്ങളുടെ പ്രാതിനിധ്യം. അതില് നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാർക്ക് അവരുടെ പ്രതിനിധികളെ ഭരണഘടനാ സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാം. അവിടെ ജനകീയ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയില്ല. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് പ്രതിരോധത്തിന്റെ കാര്യമാണ്. അതായത് പ്രതിരോധം ബ്രിട്ടന്റെ കൈകളിൽ യുദ്ധം കഴിയുന്നത് വരെ, ഇന്ത്യയുടെ പ്രതിരോധം യുദ്ധം കഴിയുന്നത് വരെ ബ്രിട്ടന്റെ കൈകളില്, ബ്രിട്ടന്റെ നിയന്ത്രണത്തിലായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ക്രിപ്സ് മിഷൻ പരാജയപ്പെടാനുള്ള കാരണങ്ങൾ അറിയാമോ നിങ്ങൾക്ക്? എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യാമോ? ഗാന്ധിജി ബ്രിട്ടന്റെ ഈ നിലപാടുകളെ വിശേഷിപ്പിച്ചത് തകരുന്ന ബാങ്കിലെ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്നാണ്. കാരണം യുദ്ധം ജയിച്ചാലാണ് വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുകയുള്ളൂ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് രഹസ്യമായി റേഡിയോ പ്രക്ഷേപണം നടത്തിയിരുന്ന ധീരയായ ഒരു വനിതയുണ്ട്. നിങ്ങൾക്കറിയാമോ അവരുടെ പേര്? അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാമോ? പൂർണ്ണ സ്വരാജ് എന്ന ഇന്ത്യയുടെ ആവശ്യത്തെ ക്രിപ്സ് മിഷൻ തള്ളിക്കളഞ്ഞു. ഇതിൽ പ്രതിഷേധിക്കാൻ 1942 ഓഗസ്റ്റ് 8 ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്തില് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ആളുകൾ അണിനിരന്നു. ഇവിടെ വെച്ചാണ് ഗാന്ധിജി ആഹ്വാനം ചെയ്തത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഓഗസ്റ്റ് 9 പുലർച്ചെ ഗാന്ധിജി, നെഹ്റു, മൗലാന ആസാദ് തുടങ്ങിയ പ്രമുഖ നേതാക്കളെ ഒരേ സമയം അറസ്റ്റ് ചെയ്തു. ഇതിനെയാണ് ഓപ്പറേഷൻ സീറോ എന്ന് ബ്രിട്ടീഷുകാർ വിളിക്കുന്നത്. ജയപ്രകാശ് നാരായൺ, അരുണ ആസഫ് അലി, രാം മനോഹർ ലോഹ്യ തുടങ്ങിയ യുവ സോഷ്യലിസ്റ്റ് നേതാക്കൾ ഒളിവിൽ പോയി. ഉഷാ മേത്തയെ പോലുള്ളവർ രഹസ്യ റേഡിയോ പ്രക്ഷേപണം നടത്തി വിവരങ്ങൾ കൈമാറി. കേരളത്തിലും സമരം ശക്തമായിരുന്നു. ഇതിന്റെ ഭാഗമായി നടന്ന വിഖ്യാത സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. ബ്രിട്ടീഷ് ഭരണത്തിന്റെ ആണിക്കല്ലിളക്കിയ സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ. അഹിംസ എന്ന തത്വത്തിനപ്പുറം സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മരണം എന്ന നിലപാടിലേക്ക് ഭാരതം മാറിയ നിമിഷം.